ധർമ്മസ്ഥലയിൽ ഉയർന്നു വന്ന വിവാദങ്ങൾ, ചില വെളിപ്പെടുത്തലുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതാണ്. അതിൻ്റെ തുടർ സംഭവങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഞാൻ ധർമ്മസ്ഥലയിൽ മറ്റൊരു മലയാളി ബന്ധമുള്ള ആളെ കണ്ടെത്തുന്നത്. ഇവിടെ ജനിച്ചു വളരുകയും പിന്നീട് തുടർന്ന് കൃഷിയുമൊക്കെയായി ഉപജീവനം നടത്തുകയൊക്കെ ചെയ്യുന്ന ആളാണ്. പേര് വിവരങ്ങൾ തൽക്കാലം ഇപ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അത് നമുക്ക് വരും വഴിക്ക് ആവശ്യമെങ്കിൽ അറിയിക്കുകയും ചെയ്തു. ചേട്ടാ, ഇപ്പോൾ ചില കാര്യങ്ങൾ അങ്ങ് നേരത്തെ എൻ്റെ അടുത്ത് സൂചിപ്പിക്കുകയായിരുന്നു. ഒരു കൊലപാതകം, അതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവവികാസങ്ങൾ അങ്ങ് നേരിൽ കണ്ടിട്ടുണ്ട് എന്നാണല്ലോ പറയുന്നത്. നേരിൽ കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നേരിൽ കണ്ടതല്ല, പക്ഷേ ശവം ഞാൻ കണ്ടതാണ്. ബോഡി ഞാൻ കണ്ടതാണ്. ഒരു 25-ൻ്റെയും 18-ൻ്റെയും കൂടെ സെൻറ്ററിലുള്ള ഒരു പെണ്ണിൻ്റെ ഒരു ബോഡി കണ്ടതാണ്. അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്തിൽ ടിപ്പറിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂർ മംഗലാപുരം ട്രെയിനിൻ്റെ ജല്ലിയിടാനോ മെട്ടിലിടാനുള്ള ഇതിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രി ഒരു 12 മണി ആദ്യത്തെ ഒരു ലോഡ് എടുത്തിട്ട് രണ്ടാമത്തെ ലോഡ് ഞാൻ ഇവരെ തന്നെ സാന്നിധ്യം എന്ന് പറഞ്ഞിട്ടുള്ള ക്രഷറുണ്ട്, അവിടെ നിന്നാണ് അപ്പോൾ ഞാൻ ലോഡ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ലോഡ് എടുത്തിട്ട് വരുമ്പോൾ ഞാൻ ഇതേ ഇപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച സ്ഥലത്ത് തന്നെ അവിടെ അപ്പോൾ രാത്രി 12 മണി 1 മണി സമയമായപ്പോൾ എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ മുട്ടി. അപ്പോൾ ഞാൻ അന്നേരം ഇറങ്ങിയിട്ട് ഈ കലിങ്ങിൻ്റെ അടിയിൽ 3 പാളിയുണ്ട്. ഇപ്പോൾ കലിങ്ങിൻ്റെ മേൾ സൈഡിൽ ഞാൻ സെൻട്രലിലുള്ള പാളി കൂടെ താഴോട്ട് ഇറങ്ങിയിട്ട് ഞാൻ പോയി നോക്കുമ്പോൾ ഈ ടോയ്ലറ്റിൽ ഈ ബോഡി കടന്നതിൻ്റെ മേളുഭാഗത്ത്, അന്നേരം എനിക്ക് ബോഡിയാണോ എന്താണെന്നറിയില്ല, മേളുഭാഗത്ത് ഇരുന്ന് ടോയ്ലറ്റിൽ പോയി. അപ്പോൾ ചെറിയ കീപാഡ് മൊബൈലുള്ളത്, ഒരുപാട് സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഈ ടോയ്ലറ്റ് ഞാൻ താഴോട്ട് പോകുമ്പോൾ എനിക്കിത് എന്നാന്ന് സംഭവം ഒന്നും അറിയത്തില്ല. അപ്പോൾ എന്തെങ്കിലും കോഴി വേസ്റ്റൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനുകളൊക്കെ ഉണ്ടെങ്കിൽ കോഴി വേസ്റ്റൊക്കെ കളയുന്നതായിരിക്കും എന്ന് ഞാൻ ഓർത്തത്. അപ്പോൾ ഞാൻ ടോർച്ച് അടിച്ച് നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. വലിയൊരു കെട്ട് കിടക്കുന്ന പോലെ കാണുന്നുണ്ട്. അപ്പോൾ മേളിലിരുന്നു, ടോയ്ലറ്റിൽ പോയി. അവിടെ നിന്നിട്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ടോയ്ലറ്റിലെല്ലാം പോയി കഴിഞ്ഞിട്ട് വണ്ടിയെ വന്ന് കയറിയിരുന്നു, വണ്ടിയെടുത്ത് ഓടിച്ച് ഞാൻ. അപ്പോൾ ഏതാണ്ട് സമയം എത്ര മണിയായിട്ടുണ്ട്? സമയം ഒരു രാത്രി ഒരു 12 മണിയുടെ 1 മണിയുടെയും കൂടെ ഉള്ളിൽ ഈ സെൻറ്ററിൽ. അപ്പം ഞാൻ എന്നിട്ട് പോയി ലോഡ് ഇറക്കി. പിറ്റേ ദിവസം ഒരു 11 മണി സമയത്ത് ഞാൻ അവിടുന്ന് ഇതേ റോഡിൽ കൂടെ തിരിച്ച് വീണ്ടും ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ, അന്ന് ലേറ്റായെന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. അത് വേറെ ഇലക്ട്രിക്കൽ താന്ത്രികപരമായ പണികൾ കഴിച്ചിട്ട് ഞാൻ തിരിച്ചന്ന് വരുമ്പോൾ 11 മണിയായി. അപ്പോൾ 11 മണിയായിട്ട് വരുമ്പം ഇതേ റോഡ് സൈഡിലെടുത്തിട്ട് ഈ ഡെഡ് ബോഡി കടത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസമാണ്. പിറ്റേ ദിവസം അതിൻ്റെ രാത്രി 12 മണിക്ക് ഞാൻ കണ്ടു. അതിൻ്റെ അതേ പിറ്റേ ദിവസം നേരം വെളുത്തെ 11 മണിക്ക് 12 മണീൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും 10-15 വർഷങ്ങളായതുകൊണ്ട് ടൈം അത്ര ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അപ്പോൾ അതേ സമയത്ത് അപ്പോൾ ഞാൻ വണ്ടി മുന്നിൽ നിർത്തിയിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസുകാരെല്ലാം ചോദിക്കുന്നുണ്ട്, ഈ ആളെ നിങ്ങൾക്ക് അറിയുമോ എല്ലാം റോഡിൽ കൂടെ വരുന്ന വണ്ടികളെല്ലാം നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, ഇവരെ അറിയുമോ എന്ന് പറഞ്ഞാൽ നമുക്ക് അന്നേരം ഒന്നും അറിയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരു 1/2 ഫീറ്റ് വെള്ളത്തിലാണ് ഈ 3 ദ്വാരമുള്ളതിൽ സെൻട്രൽ ദ്വാരത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ വേനൽക്കാലം ആകുമ്പോഴത്തേനും ഒരു 1/2 ഫീറ്റ് വെള്ളം ഉണ്ടാകും. ഈ 1/2 ഫീറ്റ് വെള്ളത്തിൻ്റെ ഉള്ളിലാണ് ഈ ബോഡി കിടക്കുന്നത് ഫുള്ള്. അപ്പോൾ ഈ മുഖം ഇങ്ങനെ ഈ ലെവലിൽ ഇങ്ങനെ നമ്മുടെ ഈ ചങ്കിൻ്റെ ഭാഗങ്ങൾ, ഈ വയറിൻ്റെ ഭാഗങ്ങൾ ഇതെല്ലാം ചീഞ്ഞളിഞ്ഞിട്ട് ഇവിടെ ഇത് കാട് ഭാഗമല്ലേ, അപ്പോൾ കാടായതുകൊണ്ട് ഒരുപാട് ഞണ്ടുകളുടെ ശല്യമുണ്ട്. ഈ ഞണ്ടുകളെല്ലാം ഞണ്ട് മീനൊക്കെ കൊത്തിപ്പറിച്ചിട്ടെല്ലാം തിന്നുപോയി. അപ്പോൾ നമുക്ക് മുഖം തിരിച്ചറിയത്തില്ല, ഈ ചങ്ക് ഭാഗം തിരിച്ചറിയത്തില്ല, വയറുഭാഗം തിരിച്ചറിയത്തില്ല, കാലിൻ്റെ തുടഭാഗം തിരിച്ചറിയത്തില്ല, ഫ്രണ്ട് ഭാഗം. ബാക്ക് ഭാഗങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ബാക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ആ ഡെഡ് ബോഡി അല്ല, ആദ്യം ഓടിച്ചുകൊണ്ട് വരുന്ന ഒരു സ്ത്രീനെ കണ്ടു ഞാൻ 3 ദിവസം മുന്നേ. അതായത് ഈ ഡെഡ് ബോഡി അങ്ങ് ആദ്യം അവിടെ താഴെ പോയപ്പോൾ എന്തോ ഒന്ന് ചാക്കിൽ കെട്ടിയ പോലെ കണ്ടു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തിരിച്ചു വരുന്ന വഴിക്ക് ഒരു മൃതദേഹം അവിടെ ആ പാലത്തിന്റെ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നാട്ടുകാരെല്ലാവരും ഒരുപാട് ആൾക്കാരുണ്ട്. അത് കണ്ടു. അത് കണ്ടപ്പോൾ അങ്ങേക്ക് എന്താ തോന്നി? എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു 80-90% അതേ ഞാൻ അതിൻ്റെ 3 ദിവസം മുന്നേ ഈ റോഡിൽ കൂടെ അവിടുന്ന് ഒരു 500 മീറ്റർ അപ്പുറത്ത് റോഡിൽ കണ്ട അതേ പെൺകുട്ടിയാണെന്നുള്ളതിൽ എനിക്ക് സംശയം തോന്നി. ആ സമയത്ത് ഏത് സമയത്താണ് കണ്ടത്? കണ്ടപ്പം എങ്ങനെയായിരുന്നു അവരുണ്ടായിരുന്നത്? അതെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് 3 ദിവസം മുന്നേ വെളുപ്പാൻ കാലത്ത് ഒരു 3:30-4 മണീൻ്റെ സമയത്ത് ഞാൻ ആദ്യത്തെ ട്രിപ്പ് ലോഡ് എടുക്കാൻ പോകുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് ആ ടൈമിൽ പോയെങ്കിൽ മാത്രമേ എനിക്ക് 2 ട്രിപ്പ് എടുക്കാൻ പറ്റത്തുള്ളൂ, പുലർച്ചെ. ആ സമയത്താണ് ഈ പെൺകുട്ടി ധർമ്മസ്ഥല സൈഡിൽ നിന്ന് ഈ പെൺകുട്ടി ഓടി വരുന്ന എനിക്ക് കിട്ടിയ സ്ഥലത്ത് നിന്ന് ധർമ്മസ്ഥല അമ്പലത്തിലോട്ട് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഡെഡ് ബോഡി കിട്ടിയത് ഈ പെൺകുട്ടി ഓടി വരുന്ന ഞാൻ കണ്ട സ്ഥലത്ത് നിന്ന് ഒരു 1/2 കിലോമീറ്റർ 500 മീറ്റർ 600 മീറ്റർ താഴെ.
അത്രേ ഉള്ളൂ. അപ്പം ഈ അതിലൊരു തോട് ഒഴുകി വരുന്നുണ്ട്. ഈ തോടിൻ്റെ താഴത്തെ തലയ്ക്കലാണ് പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടിയത്. മേളിലത്തെ തലയ്ക്കലാണ് ഈ പെൺകുട്ടി ഓടി വരുന്നത് കണ്ടത്, 500 മീറ്റർ മേളിലായിട്ട്. അത് എന്തായിരുന്നു ആ കാഴ്ച? എന്തായിരുന്നു? ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ പൂർണ്ണ നഗ്നയായിട്ടുള്ള പെൺകുട്ടിയാണ്. ഒരു 18-25 വയസ്സിൻ്റെ സെൻട്രൽ എന്ന് പറഞ്ഞാൽ ഈ ഹെഡ്ലൈറ്റിൻ്റെ വെട്ടത്തിലല്ല, എനിക്ക് ക്ലീനായിട്ട് എനിക്ക് വയസ്സ് നിശ്ചയിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്നാന്ന് പറഞ്ഞാൽ മുഖത്ത് ശരീരത്തെല്ലാം ബ്ലഡ് വന്നിട്ടല്ല ഒഴുകിയിട്ട് ബ്ലഡ് ഇത് കട്ടിയായേക്കുന്ന ഒരു മുറിവുകളുടെ ഒക്കെ പാടുകളുണ്ട്. പൂർണ്ണ നഗ്നയാണ് പെൺകുട്ടി. അപ്പം ഈ പെൺകുട്ടി ഓടി വന്നപ്പോൾ ഞാൻ നിർത്തിയിട്ട് എൻ്റെ വണ്ടി നിർത്തിയിട്ട് അന്വേഷിച്ചിട്ടാകുമ്പോഴത്തേനും ഒരു കാറിൽ വന്നിട്ട് എന്നെ തന്നെ നിർത്തിയില്ല, അവിടെ എന്നെ ഓടിച്ചു. ആരെന്നറിയില്ല നമുക്ക്. 4 ആൺകുട്ടികളുണ്ട്. വെളുത്ത മുണ്ടും വെളുത്ത ഇതും ഈ ഷോളും ഇട്ടിരിക്കുന്നത്, ഷർട്ട് ഇട്ടിട്ടില്ല. 4 ആളും ക്ലീൻ ഷേവാനാണ്. 4 ആളും താടി മീശ ഒന്നുമില്ല, ക്ലീൻ ഷേവാണ്. വണ്ടി ഏത് രജിസ്ട്രേഷനാണെന്നോ എന്താ? രജിസ്ട്രേഷൻ ഒന്നും ഞാൻ അന്ന് നോക്കിയില്ല. അന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഇരുട്ട് സമയമാണ്. എൻ്റെ വണ്ടിയുടെ ഇങ്ങനെ നേരെ വെട്ടം വീഴുമ്പോൾ ഇതിൻ്റെ നേരെ അപ്പുറ സൈഡിലല്ല നിർത്തിയേക്കുന്നത്. എനിക്ക് രജിസ്ട്രേഷൻ കാണത്തില്ല. എനിക്ക് ചെറിയ ലൈറ്റ് മഞ്ഞ കളർ കാറാണിത്, ഇൻഡിക്ക കാർ. ആ ടൈമിൽ ഇൻഡിക്ക ഒരുപാട് കാറാണ്. ബാക്കി മാരുതി അത് ഇതൊന്നും ഇറങ്ങിയ സമയമല്ല. ഏറ്റവും കൂടുതൽ ഇൻഡിക്ക കാറുകൾ ഇറങ്ങി നിൽക്കുന്ന സമയമാണ്. ഇൻഡിക്ക കാറാണ് ഇത്. ചേട്ടൻ അവിടെ താഴെ ഇറങ്ങി? ഞാൻ ഇറങ്ങിയിട്ട് ചോദിച്ചു, ആരാമ്മ എന്ന് ചോദിച്ചു പെൺകുട്ടിയോട്. അപ്പോഴത്തേനാണ് ഈ കാർ വന്ന് നിർത്തി എന്താ ഇറങ്ങി ഇവിടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു പെൺകുട്ടി ഇങ്ങനെ ഓടി വരുന്നുണ്ടായിരുന്നു, ഡ്രസ്സൊന്നുമില്ല, ശരീരത്തെല്ലാം മുറിവുകളുള്ള പാടുണ്ട്, നിങ്ങൾക്കൊന്ന് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങോട്ട് ഓടി അവളെന്ന് ചോദിച്ചു. അവർ കന്നഡ തുളു സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ എന്ന് പറഞ്ഞാൽ എനിക്ക് തുളു അറിയില്ല എന്നുള്ള ഇതിലാണ് അവർ തുളു സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തുകാരാണെന്നറിയില്ല. എൻ്റെ വണ്ടി വേറെ ഹാസൻ രജിസ്ട്രേഷൻ വണ്ടിയാണ്, KA46 ഹാസൻ രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ ഇവർ ഓർക്കുന്നത് എന്നാന്ന് പറഞ്ഞാൽ ഇത് ഹാസൻകാരാണെന്നാണ് ഇവർ ഓർക്കുന്നത്. ഞാൻ ഇവിടുത്തവനാണെന്നറിയില്ല. അപ്പം ഞാൻ എൻ്റെ വണ്ടീൻ്റെ നേരെ ബാക്കിൽ കൂടെ ലെഫ്റ്റിലോട്ടാണ് ഈ പെണ്ണ് ഓടിയത്. ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ ബാക്കിൽ കൂടെ ലെഫ്റ്റിലോട്ട് ഓടി. ഞാൻ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങോട്ട് ഓടിയെന്ന് പറഞ്ഞു, റൈറ്റ് സൈഡിലോട്ട് കാട്ടിൻ്റെ ഉള്ളിലോട്ട് ഓടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ തുളുവിൽ പറഞ്ഞു, അളേന് ബുഡോടിച്ചാ പത്തോനിയ അളേന് ബുഡ്രവല്ലി എന്നും പറഞ്ഞ് അവളെ വിടാൻ പാടില്ല, പിടിച്ചോ അവളെ വിടരുത്, അവളെ പിടിച്ചോ എന്നും പറഞ്ഞ് അവർ നേരെ ഇങ്ങനെ റൈറ്റ് സൈഡിലോട്ട് ഓടി. അപ്പം ഞാൻ വണ്ടി എടുത്തിട്ട് കുറച്ച് മുന്നിലോട്ട് ഒരു 10 മീറ്റർ മുന്നോട്ട് മാറ്റിയിട്ട് വീണ്ടും നിർത്തി കഴിഞ്ഞപ്പോഴത്തേന് ഇവർ പറഞ്ഞു, ഇതേ ഒന്ന് പോയാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നീ എന്തിനാ ഇവിടെ നിർത്തിയേ, പോടാന്ന് പറഞ്ഞു. കന്നഡത്തിൽ പറഞ്ഞു, നീ ಯಾಕೆ ನಿಲ್ಲಿಸೋದು, ಹೋಗು ಗಾಡಿ ಎತ್ಕೊಂಡು ಹೋಗು എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നീ എന്തിനാ ഇവിടെ നിർത്തി, വണ്ടി എടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞു. ഞാൻ വണ്ടി എടുത്തോണ്ട് കുറച്ച് മുന്നോട്ട് പോയിട്ട് വീണ്ടും നിർത്തി. ഞാൻ ഇതെന്താ സംഭവം നമുക്കൊന്ന് കാണാമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഇവർ പറഞ്ഞു, ನಿನ್ನತ್ರ ಅಲ್ವಾ ಹೇಳಿದ್ದು ಗಾಡಿ ತಗೊಂಡು ಹೋಗು, ಓಡ್ತೀಯೇ ಇಲ್ವಾ, ಇಲ್ಲಾಂದ್ರೆ ಗಾಡಿನ ಉಡಿ ಮಾಡ್ತೀನಿ ನಿನ್ನನ್ನು ಉಡಿ ಮಾಡ್ತೀನಿ എന്ന് പറഞ്ഞാൽ നിന്നോടല്ലേ പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ, നീ വണ്ടി എടുത്തുകൊണ്ട് പോകും, നീ വണ്ടി എടുത്തുകൊണ്ട് പോയാൽ നിന്നെയും പൊടിയാക്കും വണ്ടിയും പൊടിയാക്കും എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞാൽ പിന്നെ ഞാൻ വണ്ടി എടുത്തോണ്ട് പോകും. അപ്പോൾ എനിക്കും പേടി, എനിക്ക് ജീവഭയം ഉണ്ടല്ലോ നമുക്ക്. ഞാൻ ആപ്പാടെ ഒരുത്തനേ ഉള്ളൂ. എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന പയ്യൻ എന്ന് പറഞ്ഞാൽ ചെറിയ പയ്യൻ, ഒരു 10-13 വയസ്സുള്ള ഒരു ചെറിയ പയ്യൻ, അവൻ എപ്പോഴും വരുമായിരുന്നു എൻ്റെ കൂടെ, മുസ്ലിം വരെ. അപ്പോൾ അവന് ഇപ്പോൾ ഇല്ല, അവൻ മരിച്ചു പോയാൻ. ഇത് ഏത് വർഷത്തിലാണ് സംഭവം? 2009-2010 ഞങ്ങളുടെ സെൻറ്ററിൽ. എന്ന് പറഞ്ഞാൽ അന്ന് ഇത്രയൊക്കെ പ്രശ്നമാകുമെന്ന് എനിക്ക് അറിയില്ല. ഇല്ലെങ്കിൽ നമുക്കൊരു ഡേറ്റയിൽ ഓർമ്മ വയ്ക്കായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും അതിൻ്റെ വാർത്തകൾ വരികയോ പോലീസ് അന്വേഷണം ഒന്നും വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇത് വരാമെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ കാട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇത് മറവ് ചെയ്തിട്ടുണ്ട് ഈ ശവം. ഇവിടെ തന്നെ കാട്ടിൻ്റെ ഉള്ളിൽ തന്നെ മറവ് ചെയ്തിട്ട് ഇതിനെ അങ്ങോട്ട് പുറത്തേക്ക് എവിടെയോ ഒരു എൻക്വയറിക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഒരു പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുക, 90% പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുക, അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. ഇതെന്നാന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഈ ഡെഡ് ബോഡി കിട്ടിയതിൻ്റെ ഇത് താഴെ സൈഡിൽ തന്നെ ഫുള്ള് ഫോറസ്റ്റ് ഏരിയ അല്ലേ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ മറവ് ചെയ്തിട്ടുണ്ട്. നിരവധിയായ കാര്യങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തലുകളായിട്ട് വരുന്നുണ്ട്, ഓരോരുത്തരും തുറന്ന് പറയാൻ തയ്യാറാവുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് സംശയം ഉണ്ടാവും, ഇതൊക്കെ കെട്ടുകഥകളാണോ, നിങ്ങളിനിപ്പോൾ നിയമപരമായിട്ടൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് കോടതിക്ക് മുൻപിലോ പോലീസിന് മുൻപിലോ പറയാൻ തയ്യാറാണ്? ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഇപ്പം ഒരു 10 വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിലും എനിക്ക് ഷുഗർ ഇത് കുറച്ച് BP ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തേലും മറന്നു പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ഞാനിപ്പോൾ 15 കൊല്ലത്തിന് മുന്നേ 2009-2010 കണ്ട കാര്യമാണ്. ഞാൻ ഇത്രയും കറക്റ്റ് വെളിപ്പെടുത്തിയപ്പോൾ അതേ കണക്കിന് ഇനി ഞാൻ ഏത് കോടതിയിൽ വേണേലും ഞാൻ വെളിപ്പെടുത്താം, ഇതെല്ലാം കറക്റ്റ് ഇതാകുവാണെങ്കിൽ. പിന്നെ ഇതല്ലാണ്ട് എൻ്റെ ഭാര്യ എടുത്തൊരു 10 കൊല്ലം മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ ടോയ്ലറ്റിൽ പോകുമ്പോൾ എൻ്റെ നേരെ താഴത്തെ ഭാഗത്ത് ഡെഡ് ബോഡി കിടപ്പുണ്ടായിരുന്നു. അപ്പം ഭാര്യയോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തലഭാഗത്ത് ഞാനിരുന്ന് ടോയ്ലറ്റിൽ പോയി, പിറ്റേ ദിവസം കാണുമ്പോഴാണ് ഇത് ഡെഡ് ബോഡിയാണെന്ന് അറിയുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഭയമുണ്ടായി എന്നൊക്കെ ഞാൻ എൻ്റെ അമ്മയോട് ഭാര്യയോടും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും വീട്ടിൽ ഞാനിത് തുറന്ന് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കും. എന്തുകൊണ്ടാണ് ഇപ്പോൾ ചേട്ടാ ഇത്തരം കാര്യം ഇത് പറയണം, സമൂഹത്തിലേക്ക് ഇത് എത്തിക്കണം എന്ന് ചിന്തിക്കാൻ കാര്യം? എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ
കാര്യം ഇതേ കണക്ക് ഒരുപാട് പെൺകുട്ടികൾ മരിച്ച കാര്യം എനിക്കറിയാം. എന്നാന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം തൊട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ 8ാം ക്ലാസ്സിൽ സ്കൂളിൽ പോകുമ്പോൾ തൊട്ട് ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചതാണ്. ആ സമയത്ത് തൊട്ട് ഞാൻ ജീപ്പ് ട്രിപ്പ് ഉണ്ടായിരുന്നു. നെല്ലിയാടി ധർമ്മസ്ഥലം, നെല്ലിയാടി സുബ്രഹ്മണ്യം, ധർമ്മസ്ഥല സുബ്രഹ്മണ്യം ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രിപ്പിൽ ഞാൻ ഡ്രൈവർമാരെ ഓടി ക്ലീനറായിട്ട് വരുമായിരുന്നു. അപ്പം സ്ഥിരം ഇവിടുന്ന് ഈ പെൺകുട്ടീനെ ഓടിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് സ്ഥിരമായിട്ടപ്പോൾ ഒരു ആഴ്ചയ്ക്കല്ലേ 1-2 ശവം ഉറപ്പ്, അതും പെൺകുട്ടികളുടെ ശവം. അപ്പോൾ അവിടെ ഈ നൈറ്റ് ബസ്സുകൾ, ബാംഗ്ലൂർ ധർമ്മസ്ഥല ട്രിപ്പ് അടിക്കുന്ന പ്രൈവറ്റ് ബസ്സുകളുണ്ട്, അവർ അവിടെ തന്നെയായിരുന്നു കഴുകുന്നതെല്ലാം. അപ്പം ഈ എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞാൽ അത് ഡ്രൈവർമാർ കൊല ചെയ്തിട്ടിടുന്നതാണ്, ഡ്രൈവർമാർ കൊല ചെയ്തിട്ടിടുന്നതെന്നും പറഞ്ഞ് അവർ പെൺകുട്ടികളെ ബസ്സിൽ വന്നവരെ കൊല ചെയ്തിട്ടിടുന്നതെന്നും പറഞ്ഞ്. ഇപ്പം ഈ പ്രശ്നമായാൽ പിന്നെ ഇപ്പോൾ ഈ ജയന്ത് അണ്ണൻ, പിന്നെ ഈ മഹേഷ് ഷെട്ടി തിമരോടി, ഗിരീഷ് മട്ടന്നവർ ഇവരൊക്കെ വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ പൊന്തി വന്നതിൽ പിന്നെ ഇപ്പം ആ ശവം അവിടെ വീഴുന്നില്ല. അപ്പോൾ അന്നത്തെ ഡ്രൈവർമാർ ഇപ്പോഴും വരുന്നുണ്ട്. ഇപ്പം അതിൻ്റെയായിട്ട് കൂടുതൽ വണ്ടികളും വരുന്നുണ്ട്, ആൾക്കാരും വരുന്നുണ്ട്, ശവങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം എന്തുകൊണ്ട് ശവമില്ല? ഈ പ്രശ്നം ആയാൽ പിന്നെ 100-ൽ ഒരു 80% ശവങ്ങൾ കുറഞ്ഞിട്ടുണ്ട് വീഴുന്നത് ഇവിടെ. ഇല്ലെങ്കിൽ അതല്ല സാറേ, അതല്ലാണ്ട് വേറെ നമ്മുടെ ഇവിടുന്ന് ഈ ധർമ്മസ്ഥല സിറ്റിയിൽ നിന്ന് വേറെ ഒരു എൻ്റെ വീടിൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു 16 കിലോമീറ്ററുള്ള ഒരു റോഡുണ്ട്. എന്ന് പറഞ്ഞാൽ ധർമ്മസ്ഥല ഗോളിത്തൊട്ട് റോഡ്. ആ റോഡിൽ ഞങ്ങൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് മേളിൽ ശവം തൂങ്ങി കിടക്കുന്നത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ശുചീകരണ തൊഴിലാളി ഇപ്പം വെളിപ്പെടുത്തിയെന്ന് പറയുന്ന കാര്യങ്ങൾ അങ്ങ് ഇവിടുത്തുകാരെന്നുള്ളതിലേക്ക് അനുഭവസ്ഥം കൂടിയാണ് അത്തരം സംഭവം. അതെ, ഇത് 100-ൽ 100%, 100-ൽ 90% സത്യമാണ്. എൻ്റെ അച്ഛനില്ല, എൻ്റെ അച്ഛൻ മരിച്ചുപോയി. ഒരു 15-20 വർഷത്തിൻ്റെ അടുത്ത് എൻ്റെ അച്ഛൻ മരിച്ചിട്ട്. അപ്പോൾ അയാളുണ്ടെങ്കിൽ അയാൾ ഫുള്ള് പറയായിരുന്നു, അയാൾക്ക് ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും അറിയാം. അയാൾ മരിച്ചുപോയി, ഇല്ലെങ്കിൽ അയാൾ അയാൾ പറഞ്ഞിട്ടുള്ള അറിവുകളുമുണ്ട്. ഒരു പണിക്കാർ ഇതേ കണക്ക് ദ്രോഹിക്കുന്നുണ്ട്, സ്ഥലങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് പിടിച്ചു പറിച്ചെടുക്കും. അതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് കണക്ക് ഇവർ പിടിച്ചു പറിച്ചെടുക്കും. ആദ്യം മെയിൻ മുതലാളി, അത് കഴിയുമ്പോൾ അയാൾ പോയിട്ട് സമ്മതിക്കില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അയാളെ അനിയൻ പോകും. അയാളും പോയിട്ട് സമ്മതിക്കില്ലെന്നുണ്ടെങ്കിൽ ഗുണ്ടകളൊന്ന് പോയിട്ട് അടിയും ഭീഷണിയൊക്കെ ആയിട്ട് വരട്ടും. അതിലും സമ്മതിക്കില്ല, 4ാമത്തെ പ്രാവശ്യം കൊന്നുകളയും. എന്തുകൊണ്ടായിരിക്കും പിന്നെ ആരും ഇത് പറയാൻ തയ്യാറാവാതെ നിൽക്കുന്നത്? പ്രത്യേകിച്ച് ഇപ്പം മലയാളികളാണ് അല്പമെങ്കിലും ധൈര്യത്തോടു കൂടി കാര്യങ്ങൾ വെളിപ്പെടുത്തി പുറത്തേക്ക് വരും. എന്ന് പറഞ്ഞാൽ ഇതിപ്പം ആർക്കും ധൈര്യമില്ല സാറേ പറയാൻ. എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നിപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എൻ്റെ ശവം വീഴുമെന്നും എനിക്കറിയത്തില്ല. അതേ കണക്കാണ് ഇവരുടെ പരിപാടി. അപ്പം ഇപ്പോഴാണെങ്കിൽ പിന്നെ എല്ലാവരും പുറത്തിറങ്ങിയതുകൊണ്ട് കുറേ ധൈര്യമുണ്ട്, നമുക്കൊക്കെ പറയാൻ എത്രയോ ധൈര്യങ്ങളുണ്ട്. പണ്ട് ഇങ്ങനെ പറയാനുള്ള ആരും ഒരാളില്ലല്ലോ, ഒരു വേദിയില്ല, ഒരു സാഹചര്യം ഇല്ലല്ലോ പറയാൻ. ഒരു മനുഷ്യൻ ഇങ്ങനെ ചോദിക്കുന്നവരില്ല, ഒരു ശവം കിട്ടിയോ, ശവം കിട്ടി കഴിഞ്ഞാൽ അവിടെ ഒരു ശവം കിട്ടി, ധർമ്മസ്ഥലത്ത് ഒരു പെണ്ണിൻ്റെ ശവം കിട്ടി, അതാരോ ബാംഗ്ലൂരിൽ നിന്ന് വന്നു, എന്തോ പ്രേമ പ്രശ്നം, അവൾ ഇവിടെ വന്ന് മരിച്ചു. ഇല്ലെന്ന് ഒരു ലോഡ്ജ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ലോഡ്ജ് ചെല്ലുമ്പോൾ നമ്മളൊരു ലോഡ്ജ് ഇപ്പോൾ നമ്മളൊരു മുറി എടുക്കുവാണെങ്കിലും, ഇപ്പം ഞാനും ഒരു പെണ്ണും കൂടെ പോകുവാണെങ്കിലും, എൻ്റെ ഭാര്യയും കൂടെ പോകുവാണെങ്കിലും, എൻ്റെ ഭാര്യേൻ്റെ ആധാർ കാർഡ് കൊടുക്കണം, എൻ്റെ ആധാർ കാർഡ് കൊടുക്കണം, എന്നിട്ടേ റൂം കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവരുടെ ഈ ലോഡ്ജിൽ അപ്പോൾ ഈ ആധാർ കാർഡോ അതൊന്നും മേടിക്കാനാണ് ആക്കുന്നത്. ഇവർ എന്നാന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് മരിച്ചു കഴിഞ്ഞാൽ അത് അനാഥ ശവം എന്നും പറഞ്ഞ് തള്ളി എവിടെയെങ്കിലും അവരുടെ ആൾക്കാരുടെ കയ്യിൽ പൈസ കൊടുത്ത് കൊണ്ട് എവിടെയെങ്കിലും കുഴിച്ചിടിപ്പിച്ചു. അല്ലാണ്ട് അതിന് പോസ്റ്റ്മോർട്ടം ഒന്നുമില്ല, അത് അനാഥ ശവം ആരെന്നില്ല. അപ്പോൾ ഈ ആധാർ കാർഡ് പേര് അഡ്രസ്സ് ഒന്നും കൊടുക്കണ്ടേ, ആ പേര് അഡ്രസ്സൊന്നും കൊടുക്കത്തൊന്നുമില്ല, ഒന്നുമില്ല. ഇവർ അനാഥ ശവം എന്നും പറഞ്ഞ് കൊണ്ടുപോയി എവിടെയെങ്കിലും കുഴിച്ചിട്ടു. എന്തായാലും അങ്ങ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ബോധ്യത്തിലാണ്. ഒപ്പം തന്നെ നിയമപരമായിട്ട് ആവശ്യമെങ്കിൽ അങ്ങ് കോടതിയിൽ ഉൾപ്പെടെ പറയണം. കോടതിയിൽ ഉൾപ്പെടെ ഞാൻ പറയാതെ അതിലെന്ത് ഇതുണ്ടെങ്കിലും ഞാൻ പറയാം. ഇനിയിപ്പം അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഇനിയിപ്പോൾ സാറൊക്കെ എല്ലാവരും ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് അങ്ങനത്തെ ഒരു റിപ്പോർട്ടർ TV എന്ന് പറഞ്ഞ് എപ്പോഴും ഞാൻ മൊബൈലിൽ വെച്ച് കാണുന്നതാണ്. ഈ ഇസ്രയേലിൻ്റെ പ്രശ്നം വന്നപ്പോഴും മെയിൻ റിപ്പോർട്ടർ TVയെ ഞാൻ വെച്ച് കാണത്തുള്ളൂ എൻ്റെ മൊബൈലിൽ. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും മറ്റേ ബ്ലൂടൂത്തിന് കൊടുത്തിട്ട് നിങ്ങളുടെ റിപ്പോർട്ടർ TVയെ മെയിനായിട്ട് കാണത്തുള്ളൂ. എന്തായാലും ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. 2009-10 കാലഘട്ടത്തിൽ നടന്ന ഒരു മരണം, അതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങൾ എന്താണ് സ്വന്തം കണ്ണിൽ കണ്ടത് എന്നുള്ളത് വിശദീകരിക്കുകയായിരുന്നു ചേട്ടൻ. എന്തായാലും ധർമ്മസ്ഥലയിലെ നിഗൂഢതകൾ അതൊഴിയാതെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇക്കാര്യത്തിൽ പോലീസ് ഉൾപ്പെടെ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതുമുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഷോളണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, ധർമ്മസ്ഥല.